ബഹുമാനിക്കപ്പെടുന്ന സ്ത്രീ ആകാൻ പോകുകയായിരുന്നു. ഹൃദയത്തിൽ സ്നേഹവും കണ്ണുകളിൽ കണ്ണുനീരുമായി ഹന്ന കൊച്ചുമറിയമിനെ ബൈതുൽ മുഖദ്സിലേക്ക് കൊണ്ടുപോയി. അവൾ അല്ലാഹുവിനോടുള്ള നേർച്ച നിറവേറ്റുകയായിരുന്നു. തന്റെ ഏറ്റവും വിലപ്പെട്ട സമ്മാനം, സ്വന്തം മകളെ അല്ലാഹുവിനു വേണ്ടി മാത്രം സമർപ്പിക്കുകയായിരുന്നു. ദേവാലയത്തിലെ പണ്ഡിതന്മാരും പുരോഹിതന്മാരും കൊച്ചുമറിയമിനെ കണ്ടപ്പോൾ ഓരോരുത്തരും അവളുടെ രക്ഷാധികാരി ആകാൻ ആഗ്രഹിച്ചു. അവൾ തങ്ങൾ ആദരിക്കുന്ന ഇമ്രാന്റെ മകളായിരുന്നു. ഓരോരുത്തരും പറഞ്ഞു, അവളെ വളർത്താനുള്ള അർഹൻ ഞാനാണ്. ഞാൻ അവളെ പരിപാലിക്കും. തർക്കം പരിഹരിക്കാൻ അവർ ഒരു പുണ്യമാർഗം തിരഞ്ഞെടുത്തു. ഓരോരുത്തരും തങ്ങളുടെ അമ്പ് നദിയിലേക്ക് എറിയും. ആരുടെ അമ്പ് നദിയുടെ ഒഴുക്കിനെ നേരിട്ട് നിലകൊള്ളുന്നുവോ അവനെ അല്ലാഹു മറിയമിന്റെ രക്ഷാധികാരിയായി തിരഞ്ഞെടുക്കും. എല്ലാ അമ്പുകളും ഒഴുക്കിൽ ഒഴുകിപ്പോയി. ഒന്നൊഴികെ അല്ലാഹുവിന്റെ നബി സക്കരിയയുടെ അമ്പ് ഒഴുകുന്ന നദിക്കെതിരെ നേർത്തുനിന്നു.